അതാണ് കാരണം. അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന്, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും വെടിഞ്ഞു നിന്ന് വിട്ടുനിന്ന് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ സുന്നത്തായ നോമ്പ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതായി മാറുന്നത് പരിശുദ്ധമാകുന്ന മുഹറം മാസത്തിലാണ്. ദുൽഹിജ്ജയുടെ അറഫ ഒഴിച്ച് റമദാനിന്റെ മാസത്തിലെ നോമ്പൊഴിച്ച് പിന്നെ സുന്നത്തായ നോമ്പിന്റെ ഏറ്റവും ഉന്നതമായ പവർ ലഭിക്കുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. പഠിപ്പിക്കുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഹിജ്റ വർഷത്തിന്റെ ആരംഭം മുഹറം ഒന്നോടുകൂടിയാണ്. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? അത് വെറുമൊരു നാടുവിടലല്ല, വെറുമൊരു പലായനമല്ല. ഹിജ്റ വെറുമൊരു പലായനമല്ല, മറിച്ച് സത്യത്തിന് വേണ്ടിയുള്ള ത്യാഗമാണ്. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗമാണ് പരിശുദ്ധമായ ഹിജ്റ, പലായനം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വന്തം നാടും വീടും സ്വത്തും ഭാര്യ മക്കളെ സർവ്വതും ഉപേക്ഷിച്ച് പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും വലിയ ത്യാഗത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധമായ ഹിജ്റ. ആ ഹിജ്റ അടയാളപ്പെടുത്തൽ കൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിക കലണ്ടർ നിലവിൽ വരുന്നത്. അപ്പൊ ഹിജ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹിജ്റയുടെ ഫോളോ ചെയ്യാൻ എങ്ങനെ കഴിയും? നമുക്ക് മുത്തനബി തങ്ങൾ ഹിജ്റ പോയതുപോലെ ഹിജ്റ പോകാൻ കഴിയോ? നമുക്ക് കഴിയോ? കഴിയില്ല. ഫാമിലിയുടെ വീട്ടിലേക്ക്, റിലേഷന്റെ വീട്ടിലേക്ക്, കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോയാൽ തന്നെ നമുക്ക് വെപ്രാളം വരും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ. അല്ലെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ നമുക്ക് വെപ്രാളം വരും മനസ്സിൽ. നമ്മൾ എവിടെയൊക്കെ പോയാലും, വേറെ എവിടെയൊക്കെ എത്ര താമസിച്ചാലും സ്വന്തം വീട്ടിൽ വന്ന് കിടക്കുന്നത് പോലെ ഒരിടത്ത് പോയാലും ആവില്ല. നമ്മുടെ മനസ്സിൽ വെപ്രാളമായിരിക്കും. 2-3 ദിവസമൊക്കെ പോകണമെങ്കിൽ എവിടെയെങ്കിലും പോയി കൂടാൻ പറ്റും. വീണ്ടും മനസ്സിൽ വീട്ടിൽ തന്നെ പോകണം, അല്ലേ? അങ്ങനെയാണ്. ആ മനസ്സ് അത്ര ഉറപ്പായിരിക്കണം. നമുക്ക് ഈ നാട് വിട്ടു പോകാൻ പറഞ്ഞാൽ, ഈ രാജ്യം വിട്ടു പോകാൻ പറഞ്ഞാൽ പറ്റൂല. നമുക്ക് ഇനി ആ ഹിജ്റ ഇല്ല. അപ്പൊ നമ്മുടെ ഹിജ്റ എങ്ങനെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ ഹിജ്റ എന്താണ് മുഅ്മിനീങ്ങൾ? നമുക്കും പലായനം ചെയ്യണം, നമുക്ക് യാത്ര ചെയ്യണം. എങ്ങനെ? തിന്മയിൽ നിന്നുമുള്ള ഹിജ്റ, തെറ്റിൽ നിന്നുമുള്ള ഹിജ്റ. മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ, അല്ലാഹു ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ലെന്ന് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു പോകരുത്. അല്ലാഹു തെറ്റാണ്, അത് ഹറാമാണ്, അല്ലാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞു വിലക്കിയ കാര്യങ്ങളിലേക്ക് ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ലാത്തൊരു ഹിജ്റ. യഥാർത്ഥത്തിൽ മുഹാജിർ ഹിജ്റ പോയവൻ ആരാണ്? നമ്മൾ തന്നെയാണെന്ന്. ആ തെറ്റിൽ നിന്നും ഹിജ്റ പോയവർ പറയുന്നു, കടകളുടെ വരാന്തകളിൽ ഇരുന്നു കൊണ്ട്, ചന്തയിൽ ഇരുന്നു കൊണ്ട്, മാർഗത്തിൽ ഇരുന്നു കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു, ആളുകളെ അണക്കുന്നു, ആളുകളെ കുറിച്ച് കുറവ് പറയുന്നു. അങ്ങനെ ഒരു മജ്‌ലിസ് കണ്ടാൽ ആ മജ്‌ലിസിൽ നിന്ന് നമുക്ക് ഹിജ്റ പോകണം, അവിടെ നിന്ന് പലായനം ചെയ്യണം. അങ്ങോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ഹിജ്റ. നമ്മുടെ ഹിജ്റ അങ്ങനെയാകണം. നമ്മുടെ ഹിജ്റ അങ്ങനത്തെ ഹിജ്റയാകണം. അല്ലാഹു തൗഫീഖ് ചെയ്തിരിക്കുമാറാകട്ടെ. അപ്പോൾ ജീവിതത്തിൽ തിന്മകളിൽ നിന്നും, മോശമായ കാര്യങ്ങളിൽ നിന്നും, യേശുനി പറയിൽ പുറംചൊല്ലുകൾ, അതുപോലെ കിബർ, അഹങ്കാരം, ഉജ്ബ്, ഗീബത്ത്, നമീമത്ത്, പലിശ, കളവ് തുടങ്ങിയ എല്ലാ തിന്മകളിൽ നിന്നും, ജീവിതത്തിന്റെ മോശമായ എല്ലാ ശീലങ്ങളിൽ നിന്നും, എല്ലാ ഹാബിറ്റുകളിൽ നിന്നും, തെറ്റിൽ നിന്നുമുള്ള ഒരു ഹിജ്റയാണ് നമുക്ക് ഹിജ്റ. ആ ഹിജ്റയാവണം നമ്മുടെ ആഘോഷം. അങ്ങനെയാവണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറിച്ച് നമുക്ക് ഓരോ ഉപദേശം ചൊല്ലുമ്പോഴും, ഓരോ ഹദീസ് തുടങ്ങുമ്പോഴും ഉടക്കുമ്പോഴും അവിടുന്ന് ദുആ ചെയ്യും. അപ്പൊ ദുആയിൽ അലസത പാടില്ല. കൂട്ടമായുള്ള ദുആ വളരെ പ്രാധാന്യമുള്ള ദുആയാണ്, കൂട്ടമായുള്ള ദുആയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ദുആ കബൂൽ ചെയ്യാൻ കൂട്ടമായ പ്രാർത്ഥന വളരെ വലുതാണ്.
ഒറ്റയ്ക്ക് ദുആ ചെയ്യണം, ഒറ്റയ്ക്കുള്ള ദുആ വർദ്ധിപ്പിക്കണം. നമുക്ക് അതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. തഹജ്ജുദ് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരങ്ങൾ, വിത്ർ നിസ്കാരങ്ങൾ, റവാത്തിബിന്റെ മുമ്പും നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ, അല്ലാത്തയുള്ള സുന്നത്തുകൾ, അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റയ്ക്കുള്ള, അങ്ങനെ ഒരുപാട് സമയങ്ങൾ ഒറ്റയ്ക്ക് ദുആ ചെയ്യാറുണ്ട്. ഈ ദുആയുടെ ഖബൂലത്ത് ലഭിക്കുമ്പോൾ ആ ഖബൂലത്ത് ലഭിക്കുന്നത് കൂട്ടമായുള്ള പ്രാർത്ഥനയിലാണ്. ഈ ബയാൻ ഇപ്പോൾ നടക്കുന്നതിന് എത്രയോ പ്രാർത്ഥന നടക്കാറുണ്ട്. എന്തിനാ ദുആ ചെയ്യാറുള്ളത്? ദുആ ചെയ്യുന്ന ആളല്ല, മറിച്ച് ഈ കൂട്ടത്തിലാണ് ബർക്കത്ത്. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ രണ്ട് ഖുത്ബ നമ്മളിവിടെ ഓതുമ്പോൾ ആ ഖുത്ബയുടെ അവസാനം കൂട്ടമായ പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അതാണ് തുടക്കം, ആ പ്രാർത്ഥനയുടെ തുടക്കം. ഇത് ചോദിക്കും, ഹംദ് കൊണ്ട് തുടങ്ങുന്ന അവസാന പ്രാർത്ഥന വരികയാണ്. കാരണം എന്താണ്? 40 അപ്പൊ ചില ആളുകൾ ഹറമിൽ എന്താണ് കൂട്ടമായി പോയി ഇല്ലല്ലോ എന്ന് ചോദിക്കണ്ട. ഹറം ശരീഫിൽ ഇതുപോലെ ഒരു ജമാഅത്തല്ല അവിടെ നിൽക്കുന്നത്. അവിടുത്തെ പ്രത്യേകതമായി പല ആളുകളും ഉംറയും സിയാറത്തിനും മറ്റു കാര്യങ്ങൾക്കും കൂട്ടമായി വരുന്ന ആളുകളാണ്. പലരും ഇഖാമത്ത് കൊടുക്കുമ്പോൾ ത്വാഫിന്റെ 2 ആയിരിക്കും പൂർത്തിയായിട്ടുണ്ടാവുക. 7 കറങ്ങണ്ടേ, അത് 2 ആവാം. പലരും പലതിലേക്ക് നിൽക്കുകയാണ്. ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് ദിക്ർ ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസിന് അവിടെ എന്തില്ല, പ്രസക്തി ഇല്ല. അതുകൊണ്ട് ആ സലാം നിസ്കാരം കഴിഞ്ഞ അവിടെ എണീച്ച് അതേ സ്പോട്ടിൽ കഅബയിലേക്ക് പിടിക്കാൻ വേണ്ടി, ഹജർ റസൂൽ ചുംബിക്കാൻ വേണ്ടിയിട്ട്, ദുആ ചെയ്ത് തവാഫിന്റെ ബാക്കി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെപ്പാളം കാണിക്കുക. അവിടെ അങ്ങനെയാണ്. ജനങ്ങളുടെ ആ ഒറ്റമായ കഅബ ശരീഫില്ല, ആ റൂൾ അങ്ങനെയാണ്. ആളുകൾ കൂടുമ്പോൾ പല രാജ്യങ്ങളിലും പലരും ഒരുമിച്ച് കൂടുന്നു. പലരുടെ പല സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലായാലും ശരി, കൂട്ടമായി ചെയ്യുന്ന ദുആകളെല്ലാം അത് മിതത്വം പാലിക്കൽ ഇമാമിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. ദിക്റുകളായാലും കൂട്ടമായി ഇരിക്കുന്ന മജ്ലിസുകളിൽ വളരെ ലഘുവായി മിതത്വം പാലിച്ചുകൊണ്ടാണ് ദിക്റും ദുആയും ചെയ്യേണ്ടത്. അത് കൂട്ടത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി അത് ചെയ്തുകൊണ്ട് അത് മജ്ലിസ് അവസാനിപ്പിക്കണം. അതിനുശേഷം ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ബാക്കി പെൻഡിങ് വന്ന ദിക്റുകളും ചൊല്ലാണ്ട ദിക്റുകളും ഒറ്റയ്ക്കുള്ള ദുആകളും ഒക്കെ ചെയ്യാം, അവിടെ ഇത് ചെയ്യാം. അപ്പൊ ആർക്കും തടസ്സം ഉണ്ടാവില്ല. യാത്രക്കാർക്ക് പോവാം, മറ്റുള്ളവർക്ക് പോവാം. പലരും പല ആവശ്യങ്ങളായിട്ട് വന്നവരാണ്. അവർക്കൊക്കെ വേണ്ടത് ജമാഅത്താണ്. അതുകൊണ്ടല്ലേ ഇസ്ലാമിൽ ജമാഅത്തിന്റെ വലിയ പ്രാധാന്യമുണ്ട്. ഒരാള് 40 ദിവസം ജമാഅത്തിൽ പങ്കെടുത്താൽ കിട്ടുന്ന വലിയ കൂലി എന്താണ്? അവൻ ഷഹീദിന്റെ സ്ഥാനത്ത് ഉയർത്തപ്പെടുകയാണ്. 40 ദിവസം തുടരെ തക്ബീറത്തിൽ ഇഹ്റാമിൽ കയറ്റി ജമാഅത്തിൽ പങ്കെടുത്താൽ വളരെ പുണ്യമാണ്. അതുപോലെ തന്നെ തുടരെ ജമാഅത്ത് ഒഴിവാക്കൽ, അത് തഹ്രീമിന്റെ ഹറാമാണ്. ജമാഅത്തിൽ നിസ്കാരം, അതായത് ചില വീട്ടിൽ നിസ്കരിക്കാറുണ്ട്, പല ആവശ്യങ്ങൾക്ക് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ സ്ഥിരം ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കൽ തഹ്രീമിന്റെ ഹറാമാണ്. അതുകൊണ്ടായിരിക്കല്ലോ നമ്മളൊക്കെ ഓടി വന്നാൽ തന്നെ ആരെങ്കിലൊക്കെ നിസ്കരിക്കാൻ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവരെ തുടർന്ന് നിസ്കരിക്കാറുണ്ട്. അല്പം സമയം താമസിച്ച 2 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഒരാളെ അറിയുന്ന ഒരാളെ ഇമാമത്ത് നിർത്തി തുടരാറുണ്ട്. അങ്ങനെ നിസ്കരിക്കണം. ഇമാമത്ത് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന് കൂട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒറ്റയ്ക്കുള്ളതിനേക്കാളും കൂട്ടത്തിനാണ് ഇസ്ലാം പ്രാധാന്യം കൊടുത്തത്. നിസ്കരിക്കുമ്പോൾ എങ്ങനെയല്ലേ കൂട്ടമായി ചേർന്ന് ഒരുമിച്ച് തോളോട് ചേർന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കണം. അത് വലിയ പ്രാധാന്യം. ഉംറയായാലും ഹജ്ജായാലും കൂട്ടത്തിലോട് കൂടുമ്പോൾ പരിശുദ്ധമായ അറഫയുടെ സംഗമം തന്നെ ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ മജ്ലിസ്. അങ്ങനെ പല പ്രാധാന്യവും പരിശുദ്ധമായ ഈ ഒരു സംഘത്തിന്, ജമാഅത്തിനുണ്ട്. അത് ഇന്നൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ മുഹറം മാസം നമുക്ക് വളരെ സൂചിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ഇന്ന് ആ കൂട്ടങ്ങൾ കുറയുകയാണ്. കൂട്ടമായുള്ള പ്രാർത്ഥനകൾ അവഗണിച്ച് എണീച്ചു പോകുന്നവരാണ്. ഇത് ഖുർആൻ പറഞ്ഞ ദുആയാണ്. ഖുർആൻ ചൊല്ലിയ ദുആയാണിത്. റബ്ബന, അവിടെ ഖുർആൻ വിളിച്ചത് എന്റെ റബ്ബേ എന്നല്ല പറഞ്ഞത്, റബ്ബന ഞങ്ങളുടെ റബ്ബേ എന്നാ. അതിന്റെ അർത്ഥം എന്താണ്? ഇത് കൂട്ടമായി ദുആ ചെയ്യുമ്പോൾ പറയേണ്ട വാക്കാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ദുആ കഅബയുടെ പണി പൂർത്തിയാക്കിയിട്ട് അല്ലാഹു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ എങ്ങനെയാണ്? റബ്ബന തഖബ്ബൽ
തഖബ്ബൽ മിന്ന. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ കൂടിയാണ് കഅബയുടെ പണി പൂർത്തിയാക്കിയത്. എല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ദുആ ചെയ്യാൻ പറഞ്ഞ അള്ളാഹു പറഞ്ഞൂടെ ഇബ്രാഹിം ഒറ്റയ്ക്ക് ദുആ ചെയ്, ഇസ്മായിൽ മാറി ഒറ്റയ്ക്ക് ദുആ ചെയ്. റബ്ബനി തഖബ്ബൽ മിന്നി എന്ന് ദുആ ചെയ്ത് രണ്ടും കൂടി ദുആ ചെയ്ത് അള്ളാഹു പറഞ്ഞാൽ പോലെ അവിടെ അള്ളാഹു പറഞ്ഞു റബ്ബനാ തഖബ്ബൽ മിന്ന. ഇബ്രാഹിം ഈ ദുആ ചെയ്, റബ്ബനാ തഖബ്ബൽ മിന്ന. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ആമീൻ പറയുന്നു. ഈ മാതൃക കാണിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഖുർആൻ. അവിടെ പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന പലരും പറയുമ്പോൾ ആ ചതിയിലൊന്നും പെട്ടുപോകരുത് എന്റെ മുഅ്മിനീങ്ങളെ. ഈമാൻ കൊണ്ട് കളയരുത്, ഈമാൻ കൊണ്ട് തുലാസിലാക്കി കളയരുത്, വെള്ളത്തിൽ ഒഴിപ്പിച്ച് കളയരുത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പഠിക്കാൻ നമുക്ക് മനസ്സ് നൽകട്ടെ. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ ദുനിയാവിലെ ഹസനത്ത് മുഴുവനും എനിക്ക് തരണേ അല്ലാഹ്. വഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിലെ ഹസനത്ത് ഗുണം എനിക്ക് തരണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഈ ഒറ്റ ദുആന്റെ എല്ലാം. ഇപ്പൊ ഒരാൾ 10 പേരിരിക്കുമ്പോൾ 10 പേരും 10 ബിസിനസ്സുകാർ, 10 പേരും 10 ക്വാളിറ്റി ഉള്ള ആൾക്കാർ, 10 പേർക്കും 10 പ്രശ്നങ്ങൾ, 10 പേർക്കും 10 കുടുംബമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ റബ്ബന ആതിനാ ഫിദ്ദുനിയാ എന്ന ദുആയിൽ എന്തുണ്ട്? റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിലെ ഗുണങ്ങൾ ഹസനത്ത് തരണേ എന്ന് പറയുമ്പോൾ നിനക്ക് ദുനിയാവിൽ എന്താണോ ഹസനത്ത് കിട്ടേണ്ടത് അതിന്റെ ബിസിനസ് ലാഭമാണെങ്കിൽ അതാണ് നിന്റെ ഹസനത്ത്. നിനക്ക് കുടുംബത്തിലെ പ്രശ്നം മാറുകയാണെങ്കിൽ അതാണ് നിന്റെ ഹസനത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തരേക്കും ചേരുകയാണ് ഈ ദുആ. അപ്പൊ ഉസ്താദ് ദുആ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഇമാം നിൽക്കുന്ന ഒരാൾ ദുആ ചെയ്യുമ്പോൾ വേഗത്തിൽ 10 പേര് ആമീൻ പറയാൻ. എന്തിനാ? ആമീൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് കൂടെ കബൂൽ, ഈ ദുആക്ക് നീ കബൂലത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ വാക്ക് അങ്ങനെയുള്ള വാക്കാണ്. അപ്പൊ ഇരിക്കുമ്പോൾ 10 പേരിൽ ഒരാൾ ഏറ്റവും നല്ലൊരു മനുഷ്യനുണ്ടാവും. സ്വാഭാവികം 40 പേര് കൂടുമ്പോൾ ഒരു മലക്കുണ്ടാവും, ഒരു വലിയുണ്ടാവും. 40 പേരുടെ ദുആയിക്ക് ഒരുമിച്ച് കൂടിയുള്ള ദുആക്ക് ഇജാബത്ത് ഉറപ്പാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ 10 പേര് ദുആ ചെയ്യുമ്പോൾ 10 പേര് ആമീൻ പറയുമ്പോൾ അതിൽ ഒരാൾ ഇതുവരെ ആയിട്ട് തഹജ്ജുദ് മുടക്കാത്ത ഒരു സ്വാലിഹായ മനുഷ്യൻ, ഇതുവരെയും ദുആ മുടക്കാത്ത ഒരു സ്വാലിഹായ മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം ആമീൻ പറഞ്ഞാൽ അല്ലാഹു എന്ത് ചെയ്യും? തട്ടിക്കളയായിരിക്കുമോ? ആ സ്വാലിഹായ മനുഷ്യന്റെ ആമീൻ കാരണം അപ്പൊ അവനെ അല്ലാഹു ഒഴിവാക്കാതിരിക്കോ? അവനെ സ്വീകരിച്ചുകൊണ്ട് ആയിരിക്കും. ജമാഅത്തിന് പ്രാധാന്യമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇജാബത്തിന്റെ ശ്രേഷ്ഠമായ സമയം 5 നേരത്തെ തുളിക്ക് ശേഷമുള്ള പ്രാർത്ഥനയിൽ അത് ഏത് പള്ളിയിരുന്നാലും ഒരു വാക്യമെങ്കിലും ഒരു ആയത്തിലെങ്കിലും ആമീൻ പറയാതെ എണീറ്റ് പോകാൻ എന്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾ സമയം കണ്ടെത്തണം. അല്ലാതെ നിങ്ങൾ എണീറ്റ് പോകരുത്. വലിയ അദവാബാണ്, നമ്മൾ ദുആക്ക് നിരസിക്കലാണ്. അതുകൊണ്ട് ഇമാമത്ത് നിൽക്കുന്ന ഇമാമികളെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല, ഒരുപാട് നീട്ടി ദുആ ചെയ്യാനും പാടില്ല. എല്ലാത്തിനും ഒരു മീഡിയം ലെവലിൽ കീപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന മാമൂമിങ്ങൾ എല്ലാവർക്കും പലരും പല ആവശ്യങ്ങളുള്ളവരാണെന്ന് മനസ്സിലാക്കിയ ആ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും നന്മയും കൂലിയും കിട്ടുന്ന രൂപത്തിലാവണം ഇമാമിങ്ങളെ മാമൂമികൾ. അങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഹദീസും നിങ്ങൾ ഇമാമത്ത് നിന്നാൽ നിങ്ങൾ തഖ്ഫീഫാക്കി വളരെ മിതത്വം പാലിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മാമൂമിങ്ങൾക്ക് പൊരുത്തമുണ്ടെങ്കിൽ കിട്ടിക്കൊണ്ടു പോവാം. ചില നാട്ടുകളിൽ മാമൂമിങ്ങൾ 10 പേരെ പള്ളിയിൽ വരാറുള്ളൂ. ആ 10 പേർക്ക് ഉസ്താദ് വലിയ സൂറത്ത് വന്നതുകൊണ്ട് പൊരുത്തമാണ്, കുഴപ്പമില്ലെങ്കിൽ പോകാം, അത് പ്രശ്നമില്ല. നമ്മളവിടെ സുബൈക്ക് വെള്ളിയാഴ്ച സുബൈക്ക് സജദയ്ക്ക് വരാറുണ്ട്. ആ സമയത്ത് ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ പൊരുത്തമാണ്. ഒരാളൊന്നും പറഞ്ഞു സജദ എനിക്ക് പറ്റൂല, നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഓതാൻ പാടില്ല. അവിടെ ചെറിയ സുഹൃത്തെ ഓതാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ മസാലകളുണ്ട്, നിയമമുണ്ട്. അല്ലാഹു പഠിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് മാറാകട്ടെ. മുഅ്മിനീങ്ങളെ പറഞ്ഞു, ഇത് പരിശുദ്ധമായ ഹിജ്റ മാസം, ഹിജ്റയുടെ തുടക്കം, ഈ വർഷത്തെ 1-ാമത്തെ ജുമാ. അല്ലാഹു ഈ വർഷം മുഴുവൻ നമുക്ക് നന്മ, ഒരുപാട് പ്രവാചകന്മാർക്ക് നബിമാർക്ക് ഒരുപാട് നന്മ ലഭിച്ച മാസമാണ് ഈ മാസം. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠവും സുന്ദരവുമായ ഈ മുഹറം മാസത്തിലെ പുണ്യങ്ങൾ മനസ്സിലാക്കി വേണ്ട നന്മകൾ വേണ്ട സമയത്ത് ചെയ്യാൻ അല്ലാഹുവിനോട് തേടിക്കൊണ്ട് ഈ മാസത്തിൽ നമ്മൾ ആദരിക്കണം. അതുകൊണ്ട് ഈ മാസത്തിന് ഏറ്റവും ധന്യപ്പെടുത്തിക്കൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിന്റെ 9-ാമത്തെ ദിവസവും ഈ ദിവസത്തിന്റെ 10-ാമത്തെ ദിവസവും ഒരു സുന്നത്ത് നോമ്പുണ്ട്. മുഹറത്തിന്റെ ആശൂറ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 9 നോമ്പാണ് പിടിച്ചിട്ടുള്ളത്. 10-ാമത്തെ ദിവസം നോമ്പ് പിടിച്ചിട്ടില്ല. കാരണം അവിടെ നിന്ന് മദീനയിൽ വന്ന സമയത്ത് ജൂതന്മാരും ഈ ദിവസം നോമ്പ് പിടിച്ചത് മുത്തനബി തങ്ങൾ അറിഞ്ഞു. എന്തുകൊണ്ട് ജൂതന്മാർ നോമ്പ് പിടിച്ചു? മൂസാ നബിയുടെ സന്തോഷത്തിലാണ് ജൂതന്മാർ നോമ്പ് പിടിച്ചത്. അപ്പം
നമ്മളും അവരും തമ്മിൽ ഒരേ ദിവസം നോമ്പ് പിടിക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലല്ലോ. അവരുടെ നമ്മൾ പങ്കുകൊള്ളാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മുത്തനബി തങ്ങൾ അന്ന് മഗ്‌രിബിൽ തന്നെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് പിറ്റേ ദിവസം ആ മുഹറം 11 അന്ന് തന്നെ മുത്തനബി പറഞ്ഞു, അത് പാടില്ല, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ ഹയാത്തിലുണ്ടാകുമെങ്കിൽ മുഹറം 10 അന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് ജൂതന്മാർക്ക് ഓപ്പോസിറ്റ് ആയി നമ്മൾ പ്രവർത്തിക്കും, അമൽ ചെയ്യുമെന്ന് മുത്തനബി തങ്ങൾ വാഗ്ദാനം ചെയ്തു. പക്ഷേ ആ റബീഉൽ അവ്വലായിരുന്നു വഫാത്തായി, മുത്തനബി തങ്ങൾ വഫാത്തായി. നബി തങ്ങൾക്ക് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നബി തങ്ങളുടെ കൽപ്പന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം 9, മുഹറം 10 ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴം, അടുത്ത വെള്ളി, ഈ 2 ദിവസമാണ് ഈ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിന്റെ മഹത്വമാണ്. അതിൽ ഒരുപാട് സംഭവങ്ങൾ ഈ മുഹറം മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ മുഹറം മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. റമളാൻ കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും പുണ്യമുള്ളത് അഫ്ദലുൽ സിയാമി ബഅദ റമളാനി ശഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസമാണ്. അത് ഏറ്റവും പുണ്യമുള്ളത് വിസന്നു സൗമ ആശുറായി വദാസുറായി, മുഹറം 9-ന്റെയും 10-ന്റെയും ദിവസം. അത് ഈ വരുന്ന അടുത്ത വ്യാഴാഴ്ചയും അടുത്ത വെള്ളിയാഴ്ചയുമാണെന്ന് നാം മനസ്സിലാക്കുക. ഒരുപാട് നന്മകൾ ദിവസം ഉണ്ടായിട്ടുണ്ട്. അനേകം ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശുറായിൽ ബഹുമാനപ്പെട്ട ആദം നബിയെ തൗബ അല്ലാഹ് സ്വീകരിച്ചത്. അതുപോലെ ആശുറായിലാണ് ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു ഭൂമിയിലേക്ക്, ആദം മലയിൽ, ഇന്ത്യയിലെ സിലോണിലെ ആദം മലയുണ്ടല്ലോ, അവിടെ ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു ഇറക്കിയത് ഈ പരിശുദ്ധമായ മുഹറം മാസമാണ്. അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ എത്തിയത് ഈ മുഹറം മാസത്തിലാണ്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിനെ ശത്രുക്കൾ ഫിരൗനിൽ നിന്നും മൂസാ നബി അല്ലാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം മാസം. അങ്ങനെ ഒരുപാട് നന്മകൾ ഈ മുഹറം മാസത്തിൽ അല്ലാഹു കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷമാണ് അല്ല ഈ മുഹറം മാസം. ആ മുഹറം അതിന്റെ മഹത്വം കൊണ്ടാണ് ഈ മാസത്തിന് ഇത്ര വലിയ പോരിശ കിട്ടിയത്. ആ മനസ്സിലാക്കിക്കൊണ്ട് ഈ നന്മകൾക്ക് അല്ലാഹു പ്രവാചകന്മാർക്ക് കൊടുത്ത ഈ ഗുണങ്ങളെ കണ്യപ്പെടുത്തിക്കൊണ്ടാണ് മുഹറം 9-ന്റെയും 10-ന്റെയും ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്ത്. അതുപോലെ മുഹറം 1 മുതൽ 10 വരെയും സുന്നത്തുണ്ട്. പിടിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് തന്നെയാണ്. ദുൽഹിജ്ജ മാസം 10 പോലെ തന്നെ ശ്രേഷ്ഠമായ ഒരു 10 തന്നെയാണ് മുഹറം 1 മുതൽ 10 വരെയും. അതുകൊണ്ട് അത് പറ്റിയില്ലെങ്കിൽ അടുത്ത വ്യാഴവും വെള്ളി മുഹറം 9-ന്റെയും 10-ന്റെയും ദിവസത്തെ നോമ്പ് കൂടി പിടിക്കണമെന്ന് മുഅ്മിനീങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിടിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.